ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകളിലും പഠിപ്പിച്ച ഒരു വിഷയമായിരുന്നു നാം മനസ്സിലാക്കി വന്നത്. ആ വിഷയമാകട്ടെ നമ്മുടെ സമൂഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഏറെ അകലുകയും സ്വന്തം ഇഷ്ടപ്രകാരമോ ഖുർആനിക വചനമല്ലാത്ത നിർദ്ദേശങ്ങൾ അടങ്ങിയ കൽപ്പനകളോ അനുസരിച്ചുകൊണ്ടാണ് സമൂഹം ജീവിക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും. ഇന്നത്തെയും വിഷയം സമൂഹം ഏറെ തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ്. കഴിഞ്ഞ ഖുതുബകളിൽ സംസാരിച്ചു വരുന്നതിൻ്റെ അനുബന്ധവും കൂടിയാണ് ഇന്നത്തെ വിഷയം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ചില കറാമത്തുകൾ, ആദരവുകൾ നൽകാറുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചു. അതായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. ആ ആദരവ് സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നത്തെ ഒരു വിഷയം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ളതാണ്. സമൂഹത്തിൽ ഏറെ തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണിത്. വലിയ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. ആ പദത്തെ പോലും ശരിയാവണ്ണം മനസ്സിലാക്കാതെ നമ്മുടെ സമൂഹം ഒലി എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ് എന്നാൽ മിത്രമെന്നാണ്, ഔലിയാ എന്നാൽ മിത്രങ്ങളെന്നും, ഔലിയാ അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ. ഈ ഒരു വിഷയം നമ്മുടെ സമൂഹം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കാൽപ്പനിക കഥകളും ആരെങ്കിലുമൊക്കെ പറഞ്ഞതും കേട്ടുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ജനങ്ങൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ഈ കാര്യം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരു കാര്യം പറയുമ്പോൾ ഈ അടയാളങ്ങളൊക്കെയുള്ളവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കാത്ത ഗുണങ്ങളില്ലാത്തവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് പറയരുത് എന്ന് പറയുമ്പോൾ ആ പറയുന്നവരെ ഭയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയുമോ? അവരുടെ ശാപങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അവരുടെ കോപങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആ പ്രവാചകരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്റെ എതിർകക്ഷികൾ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് ഇന്നയാളുടെ ശാപകോപമുണ്ടാകും. പ്രവാചകന്മാരഖിലവും കേട്ട ഒരു വാക്കാണ്. അത് ഇന്നും അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ആൾക്കാരുടെ വിശ്വാസത്തിൽ ഒരു വലിയ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാകും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു ഷെയ്ഖിനെ വിളിക്കുകയാണ്. വിളിച്ചയുടൻ ആ ഷെയ്ഖ് ആരും അറിയാതെ പരീക്ഷാ ഹാളിൽ വരികയും ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എഴുതി കൊടുക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്തുകൊണ്ട് ആ പരീക്ഷ നിയന്ത്രിക്കുന്ന അധ്യാപകൻ പോലും അറിയാതെ ഹാൾ വിട്ടു പോയതായി ഒരു കാൽപ്പനിക കഥ പലരും ഔലിയാക്കന്മാരുടെ കറാമത്ത് എന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കറാമത്താണ് കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഒരു ജയിലിൽ കിടന്ന ഒരാൾ, അദ്ദേഹം അവിടുത്തെ നിയമം ശാസിക്കുന്ന രീതിയിലല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിലിൽ കിടത്തേണ്ടി വന്നു. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഏതോ ഒരു വലിയ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയപ്പോൾ 30 വർഷം മുമ്പ് മരിച്ചുപോയ ആ മനുഷ്യൻ സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ വന്നുകൊണ്ട് ആ പൂട്ടുകൾ തുറന്നുകൊണ്ട് ആ ജയിലിൽ കിടന്ന മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയത് ജയിലധികാരികൾ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഉത്ബുദ്ധരായ മലയാളികളാണ്, പണ്ഡിതന്മാരാണ്. ഇവിടെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ജനങ്ങൾ ശിർക്കിലേക്കും കുഫറിലേക്കും പോകുന്ന ഒരു വിഷയമാണിത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, നമുക്കറിയാം, അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു ഉദ്ദേശിച്ച അടിയാറുകളിൽ നിന്നും അവൻ തിരഞ്ഞെടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ നബിമാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ഒരാൾക്ക് എത്ര തന്നെ വിചാരിച്ചാലും, തഖ്വ കൊണ്ട് എന്ത് തന്നെ പ്രവർത്തിച്ചാലും ഒരാൾക്ക് നബി ആകാൻ സാധ്യമല്ല. അന്തിമദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ആ പരമ്പര അവസാനിച്ചു. ഖാത്തുമുൻ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഒരു മനുഷ്യൻ എത്ര തന്നെ തഖ്വയോടുകൂടി ജീവിച്ചാലും, എത്ര തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാലും ആ മനുഷ്യന് നബിയാകുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാത്ത ചില മുശ്രിക്കുകൾ, അവർ പ്രവാചകരിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇച്ഛിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നല്ല പ്രവാചകനായി വന്നത്, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഗോത്രത്തിൻ്റെ പരമ്പരയിൽ നിന്നല്ല ഈ മുഹമ്മദ് വന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന മുശ്രിക്കുകളുടെ ചരിത്രം നമുക്കറിയാം. പറഞ്ഞു വന്നത്, എത്ര തന്നെ തഖ്വയോടുകൂടി ജീവിച്ചാലും ഒരു മനുഷ്യന് നബിയാകുവാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഇച്ഛയനുസരിച്ചുകൊണ്ടാണ്, അവൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് പ്രവാചകന്മാരെ ഓരോ കാലഘട്ടത്തിലും നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഔലിയ എന്ന് വെച്ചാൽ, ഒരു വലിയ എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയത്നത്തിൽ കൂടി സാധ്യമാകുന്ന ഒരു വിഷയമാണ്. വലിയ എന്നാൽ അള്ളാഹുവിൻ്റെ മിത്രമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയാകണമെന്ന് വിചാരിച്ചാൽ അവൻ്റെ പ്രയത്നം കൊണ്ടും അവൻ്റെ തഖ്വ കൊണ്ടും ആ ദറജകൾ എത്തുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഖുർആനിൽ 2 വിഭാഗം ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂനുസ് അതിലെ 62-ാമത്തെ ആയത്താണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരെന്ന് പരിചയപ്പെടുത്തുന്നത്. അലാ, നിങ്ങൾ അറിയുക, മനുഷ്യരെ നിങ്ങൾ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഭയമില്ല, വ്യസനമില്ല. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയതാണ്. അതേ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 76-ാമത്തെ ആയത്തിൽ ചില ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ഔലിയാ അശ്ശൈത്വാൻ, ശൈത്വാന്റെ ഔലിയാക്കൾ, ശൈത്വാന്റെ ഔലിയാക്കൾ, ശൈത്വാന്റെ മിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ കൂടി. ഇന്ന കൈദ ശൈത്വാനി കാന ളഈഫാ, നിശ്ചയമായും പിശാചിന്റെ കുതന്ത്രമെന്ന് പറയുന്നത് ദുർബലമാണ്. അവരുമായി എപ്പോഴും നിങ്ങൾ സമരം ചെയ്യണം, അവരുമായി എപ്പോഴും നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണണം. ഔലിയാക്കന്മാർ, ശൈത്വാന്റെ ഔലിയാക്കളുണ്ട്, അവരെ കരുതിയിരിക്കണമെന്ന് ആയത്തിൽ പറയുകയാണ്. ഇനി ശൈത്വാന്റെ ഔലിയാക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ചില സന്ദേശങ്ങൾ നൽകും, ചില ദുർബോധനങ്ങൾ നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 121-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്. വലാ തഅകുലൂ, നിങ്ങൾ തിന്നരുത്, മിമ്മാ ലം യുദ്കര ഇസ്മുല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്നും നിങ്ങൾ തിന്നരുത്.
അഥവാ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയത്, ബലിയർപ്പിക്കപ്പെട്ടത്, അത്തരം മാംസങ്ങളോ ഭക്ഷണങ്ങളോ നിങ്ങൾ തിന്നരുത്. വഇന്നഹു ലഫിസ്ഖുൻ, നിശ്ചയമായും അത് അധർമ്മമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം ലിയുജാദിലൂകും, നിങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടി പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ദുർബോധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, വിശ്വാസികളോട് തർക്കിക്കുവാൻ വേണ്ടിയാണ് ശൈത്വാൻ എന്ത് ചെയ്യുന്നത്? അവരുടെ മിത്രങ്ങൾക്ക് ദുർബോധനം നൽകുകയാണ്. ഇത് ഹലാലാണ്. അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കൂ, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കും. ഇപ്പൊ നോക്കൂ, ഒരു ഉദാഹരണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളിൽ വന്നു ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അനുവദിച്ച ഒരു കാര്യമാണ്. ഖുർആനിലും ഹദീസുകളിലും തെളിവുകൾ എമ്പാടുമുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ മുസ്ലിയാക്കന്മാരുടെ ഫത്വ എന്താണ്? ഹറാമെന്നാണ്. ഹറാമെന്നാണ്. അത് ആര് പഠിപ്പിച്ചു? ശൈത്വാൻ അവർക്ക് ദുർബോധനം അറിയിച്ചു കൊടുത്തതാണ്. തർക്കിക്കുവാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ ഹറാമാക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ അള്ളാഹുവിൽ നിങ്ങൾ പങ്ക് ചെയ്തവരായി തീരും എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരുപാട് പദങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുഅ്മിനീൻ, മുത്തഖീൻ, മുസ്ലിഹീൻ, മുഫ്ലിഹൂൻ, ഫായിസൂൻ, ഹിസ്ബുല്ലാഹ്, സ്വാദിഖീൻ, അങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ മുസ്ലിം എന്നുള്ളതിൻ്റെ, മുഅ്മിൻ എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങളാണ്. അതുപോലെ ഒരു പര്യായ പദമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഒരു പേര് വിശ്വാസിക്ക്. ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ്. ഉലൈക്കും ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിൻ്റെ പാർട്ടി, അവർ വിജയിച്ചവരാണ്. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ മുവഹിദീങ്ങൾ. ഇതുപോലെ ഒരു പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ വലിയുകൾ. അല്ലാതെ പ്രത്യേക ഒരു കാറ്റഗറി ഒന്നുമല്ല. പ്രത്യേകമായിട്ടുള്ള ചിലരുടെയൊക്കെ വിശ്വാസം എന്താണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. പച്ചപ്പുതപ്പം ധരിച്ച് ഹാവഭാവങ്ങളോടുകൂടി കുളിക്കാതെ നമസ്കരിക്കാതെ ജനങ്ങളുമായി ഒരു ഇടപെടലുകൾ ഇല്ലാതെ എന്തൊക്കെയോ പിച്ചുംപേയും പറഞ്ഞ് ജീവിക്കുന്ന ചില വിഭാഗങ്ങളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ അറിയണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആര് എന്ന്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ദറജയെപ്പറ്റി, വിശ്വാസികളെ പലതരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. അവർ അള്ളാഹു അനുഗ്രഹം ചെയ്ത അമ്പിയാക്കന്മാരോടൊപ്പമാണ്, അവർ സ്വാലിഹീങ്ങളോടൊപ്പമാണ്, അവർ ശുഹദാക്കളോടൊപ്പമാണ്. ആര്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ. ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2-3 വിഭാഗങ്ങളായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ശ്രദ്ധിക്കൂ. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അല്ലാഹുവിന്റെ അടിയാറുകളിൽ ചിലർ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തവരുണ്ട്, സ്വന്തം ശരീരത്തോട് പാപം ചെയ്യുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, മിതമായി പ്രവർത്തിക്കുന്നവരും ഒരു മധ്യമ നിലപാടിൽ സ്വീകരിച്ച് ജീവിക്കുന്നവരും അള്ളാഹുവിന്റെ അടിയാറുകളിൽ ചിലരുണ്ട്. വമിൻഹും സ്വാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്,
അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരും അള്ളാഹുവിന്റെ അടിയാറുകളിലുണ്ട്. ഇവരാകുന്നു മഹത്തരമായ ഏറ്റവും വമ്പിച്ച വിജയം നേടിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകളുമായി മുന്നേറുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുവാനുള്ള പരിശ്രമമാണ് ഓരോ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും അവരുടെ ജീവിതത്തിലുള്ള ഇബാദത്തുകൾ കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത്. അതാണ് റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും. വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായുള്ള സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. അഥവാ നന്മകൾ നിങ്ങൾ ധാരാളമായി ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ വചനവും സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനവും വിശ്വാസികൾ ധൃതിപ്പെട്ടുകൊണ്ട് അമലുകൾ ചെയ്യണം. വലിയുകൾ ആര് എന്ന് അള്ളാഹുവിന്റെ കലാം വിശദീകരിക്കുന്ന 9-ാം അധ്യായം സൂറത്തു തൗബ 71-ാമത്തെ ആയത്ത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പൊതുസമൂഹം അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കന്മാരെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഖബറുകൾ കാണുമ്പോൾ അവിടെ പോയി അവരോട് സങ്കടങ്ങൾ പറയുക, അവർക്ക് നേർച്ചകൾ നേരുക, അവരോട് തവക്കുലാക്കുക. ഖുർആൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കലാമിലെ ആയത്ത് നോക്കൂ സഹോദരങ്ങളെ. വലിയുകൾ എന്ന് പറയുന്നത് മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവരാണ്, പരസ്പരം ഉപദേശിക്കുന്നവരാണ്, നന്മ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് ഈ ആയത്തിൽ കാണാം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം മിത്രങ്ങളാണ്. അവരുടെ വ്യതിരിക്തത എന്തെന്നറിയുമോ? യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ സദാചാരം കൽപ്പിക്കുന്നവരാണ്. നല്ലതുകൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കും. വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യും. ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം കാണുമ്പോഴേക്കും മൗനം പാലിക്കൽ ഒരു വിശ്വാസിയുടെ നിലപാടല്ല. ഒന്നുകിൽ കൈകൊണ്ട്, അല്ലെങ്കിൽ നാവ് കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കണമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയന്റെ ഗുണമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ അരുതേ എന്ന് പറയുകയും വയുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുകയും വയുതൂന സക്കാ വയുതീഊന അല്ലാഹ വറസൂലഹു, സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരോ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്കുണ്ടാകാം, അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശ്വാസികളെ, അപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? നമുക്ക് സാധ്യമാകുന്ന ഒരു ദർജയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആ വിഭാഗത്തിൽ പെടുവാൻ. ഇനി നോക്കൂ, മറ്റൊരു അധ്യായം സൂറത്തു അൻഫാൽ 8-ാം അധ്യായം അതിലെ 34-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. വീടുകളിൽ മലയാള പരിഭാഷകൾ ഉണ്ടാകുമല്ലോ, ഏത് സംഘടനയുടെയും പരിഭാഷ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ പറയുന്ന ആയത്തിന്റെ സാരാംശം അത് തന്നെയാണോ എന്ന്. ഇൻ ഔലിയാഉഹു, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇല്ലൽ മുത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരല്ലാതെ ഒരാളും അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. നോക്കൂ എത്ര കൃത്യമാണ് അള്ളാഹ് പറയുന്നത്. എന്താണ് തഖ്വ എന്ന് വെച്ചാൽ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നു, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധികം ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് അജ്ഞരാണ്, അറിവില്ല. അവർ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുകയാണ്. ഔലിയാക്കൾ എന്ന് പറയുന്നത് തഖ്വയുള്ളവരാണ്. അവരിൽ അധികം ആൾക്കാരും അതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ് അവർ അവരുടെ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുളിക്കാതെ, നനയ്ക്കാതെ, ഔറത്ത് മറയ്ക്കാതെ, നമസ്കരിക്കാതെ നടക്കുന്നവർ ഔലിയാക്കൾ എന്ന് പറയുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ.
ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നത്, മൻ കാന തഖിയ്യൻ കാന ലില്ലാഹി വലിയ്യാ, തഖ്വയുള്ളവരെല്ലാം അല്ലാഹുവിന്റെ വലിയുകളാണ്. എന്താണ് തഖ്വ? ആമനൂ വ കാനൂ യത്തഖൂൻ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും സൂക്ഷ്മതയോടുകൂടി സംസാരത്തിൽ, നടത്തത്തിൽ, നോട്ടത്തിൽ, അതുപോലെയുള്ള റബ്ബിന്റെ ഇടപാടുകളിൽ, ഫർളായ കാര്യങ്ങൾ, നമസ്കാരങ്ങൾ, മറ്റുള്ള തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, പരമാവധി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർ അവരാകുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഇനി പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു പുസ്തകമുണ്ട്, ശറഹുൽ അഖായിദ്. പള്ളി ദർസുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചെറിയ ഒരു പുസ്തകമാണ്. വിശ്വാസത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ആ പുസ്തകത്തിൽ പറയുകയാണ് ആരാണ് വലിയ്. ആ പുസ്തകത്തിന്റെ 36-ാമത്തെ പേജിൽ പറയുകയാണ് അൽ വലിയ്. വലിയ് എന്ന് വെച്ചാൽ ആരെന്നറിയുമോ? ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ, അല്ലാഹുവിനെയും അവന്റെ സിഫത്തുകളെയും അവന്റെ വിശേഷങ്ങളെയും സാധ്യമാകുന്ന രീതിയിൽ മനസ്സിലാക്കിയവനാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ അറിയുക. പിന്നെയോ അൽ മുവാദിബ് അല ത്വാആത്ത്, ഇബാദത്തുകളിൽ മുഴുകിയവർ, നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക, പുണ്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഇബാദത്തുകളിൽ മുഴുകുകയും അൽ മുജ്തനിബു അനിൽ മആസി, അല്ല വിലക്കിയത്, പ്രവാചകർ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക, അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക് ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ദുനിയാവിനോടുള്ള ഒരു അധിക ഭ്രമം അവനിൽ ഉണ്ടാകരുത്. ദുനിയാവ് ദുനിയാവ്, സമ്പത്ത് സമ്പത്ത്, കച്ചവടം കച്ചവടം, പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം. പിന്നെയോ ദേഹേച്ഛകൾ, അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതിനപ്പുറമുള്ള സ്വന്തം ഇഷ്ടപ്രകാരം. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു നിങ്ങൾ താടി വളർത്തണം. അവന്റെ ദേഹേച്ഛ പറയുന്നു, വേണ്ട മോനെ, നിന്നെ കളിയാക്കും, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, നിന്റെ ഉമ്മക്ക് ഇഷ്ടപ്പെടില്ല, നാട്ടുകാർ നിന്നെ കളിയാക്കും. അവൻ ദേഹേച്ഛയോട് അവൻ അനുസരിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാകുവാൻ പാടില്ല. അള്ളാഹു അവന്റെ റസൂലും പറയുന്നതിനപ്പുറം ഏത് നാട്, ഏത് മഹല്ല്, ഏത് വീട്, ഏത് കൂട്ടുകെട്ട് പറഞ്ഞാലും നമുക്കനുസരിക്കേണ്ട ഒരു ബാധ്യത അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി നോക്ക് അള്ളാഹുവിന്റെ വലിയുകൾ ആര് എന്ന്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 62-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ ഒരു സംഭവം സുനന അബൂദാവൂദിലെ 3527 നമ്പർ ബാബ് ഫിർ റഹിൻ, പണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അധ്യായത്തിൽ പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന് ചില അടിയാറുകളുണ്ട്, ല ഉനാസം മാഹും ബിൽ അംബിയാഇ വലാ ശുഹദാ യഗ്ബതുഹുൽ അംബിയാഉ വശുഹദാഉ യൗമൽ ഖിയാമത്തി ബിമകാനിഹിം മിനല്ലാഹി തആല. ശരിക്കും ഗൗരവത്തോടുകൂടി കാണണം വിശ്വാസികളെ. നാളെ പരലോകത്ത് അമ്പിയാക്കന്മാരും ശുഹദാക്കളും ചില അടിയാറുകളെ കണ്ടുകൊണ്ട് ഒരു അസൂയ വയ്ക്കുമെന്നാണ്. ആലങ്കാരിക പ്രയോഗമായിരിക്കാം, അല്ലാഹു അഅലം. അമ്പിയാക്കന്മാരും ശുഹദാക്കളും ചില അടിയാറുകൾ, ആരാണ് ആ അടിയാറുകൾ? ബിമകാനിഹിം ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള ദറജ കണ്ടുകൊണ്ട് അവർക്ക് പോലും തോന്നിപ്പോകും, അത്രയ്ക്കും റബ്ബിന്റെ അടുക്കൽ ഉത്തമരായ സദ്വൃത്തരായ അടിയാറുകളെ കണ്ടുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തുഖ്ബിറുനാ മൻ ഹും, ആരാണ് റസൂലേ അവര്? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ സ്ഥാനമുള്ള അല്ലാഹുവിന്റെ അടിയാറുകൾ ആരാണ് റസൂലേ എന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോഴേക്കും ഹും, പ്രവാചകരുടെ മറുപടി അവരാരെന്നറിയുമോ? ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ച അടിയാറുകളാണ്.
അലാ ഗൈരി അർഹാമി ബൈനഹും വലാ അംവാലി യതആതൂനഹാ. അവർ സമ്പത്തിനെ പരിഗണിക്കുകയില്ല, കുടുംബ ബന്ധത്തെ പരിഗണിക്കുകയില്ല, ആദർശ ബന്ധത്തെ പരിഗണിക്കും. സ്വന്തം ബന്ധമില്ലാതെ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ സമ്പത്തുണ്ട് എന്നവൻ പരിഗണിക്കുകയില്ല. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ഒരു ചുറ്റുപാട്. സമ്പത്തുമായി ഒരു ഉയർന്നവനാണെങ്കിൽ അവനോടുള്ള ഒരു ഭ്രമം, സമ്പത്ത് കുറച്ചുള്ള ആളാണെങ്കിൽ അവനോടൊരു പ്രത്യേക ഒരു സ്നേഹം. അത് സംഘടനയായിരുന്നാലും സാംസ്കാരിക മേഖലയായിരുന്നാലും ഏത് മണ്ഡലങ്ങളായിരുന്നാലും സമ്പത്തിന് ഒരു അമിതമായ പരിഗണന നൽകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിയാറുകൾ കുടുംബ ബന്ധത്തെയോ സമ്പത്തിനെയോ അവർ പരിഗണിക്കുകയില്ല. അതിനേക്കാളും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ അവർ പരിഗണിക്കും. ഫവല്ലാഹി, റബ്ബിനെ തന്നെ സത്യം, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന വുജൂഹഹും ലനൂറും വ ഇന്നഹും അലാ നൂർ. പ്രകാശത്തിന്മേൽ പ്രകാശമായിരിക്കും അവരുടെ മുഖങ്ങൾ നാളെ പരലോകത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഖറഅ ഹാദിഹിൽ ആയ, എന്നിട്ട് പ്രവാചകൻ ഈ ആയത്ത് ഓതി. ഏതായത്ത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അളീം. ഈ ആയത്ത് ഓതുകയാണ്. സൂറത്ത് യൂനിസിലെ 62, 63. അവരാണ് അല്ലാഹുവിന്റെ വലിയുകൾ. അവരുടെ സ്നേഹബന്ധം അള്ളാഹിനോടുള്ള സ്നേഹമാണ്. അതിനപ്പുറമേ ഉള്ളൂ കുടുംബ ബന്ധമായിരുന്നാലും ഏത് ബന്ധമായിരുന്നാലും. അതാണ് നാം നേരത്തെ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച ഒരു സുന്നത്ത്, ആ സുന്നത്തിനെ നാട്ടുകാർക്കെതിരാണെങ്കിലും വേണ്ടപ്പെട്ടവർക്കെതിരാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തണം. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് വച്ചാൽ. നോക്കൂ, മറ്റൊരു ഹദീസ് സുനൻ അബൂ ദാവൂദിലെ 4681 നമ്പർ ഹദീസ് പഠിപ്പിക്കുന്നത് നോക്കൂ. മൻ അഹബ്ബലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലാഹുവിന് വേണ്ടി കോപിക്കണം. രാഷ്ട്രീയത്തിന് വേണ്ടി കോപിക്കരുത്, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കരുത്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, അല്ലാഹുവിന് വേണ്ടി കോപിക്കണം. അല്ലാഹുവിന് വേണ്ടി നൽകണം. ഗാനമേളയ്ക്ക് നൽകരുത്, ഷിർക്കിന് നൽകരുത്, ഖുറാഫാത്തുകൾക്ക് നൽകരുത്. അവർ ആരായിരുന്നാലും നിരസിക്കണം. അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം, അവന്റെ മാർഗത്തിൽ കൊടുക്കണം. അല്ലാഹുവിന് വേണ്ടി തടയണം. എത്ര ഹോജ വന്നാലും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് ഞാൻ അധ്വാനിച്ച ഒരു ചില്ലിക്കാശ് തരില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്യുന്നവൻ അള്ളാഹുവിന് വേണ്ടി തടയണം. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവനാണ് ഈമാൻ പൂർത്തിയായവൻ. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ. നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം നമുക്കറിയുമല്ലോ. അതിലെ 4ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? വറജുലാനി തഹാബ്ബൻ ഫില്ലാഹ്. 2 പേരാണ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 പേർ. ഇജ്തമഅ അലൈഹി, അള്ളാഹുവിന് വേണ്ടി അവർ ഒരുമിച്ചു. വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി അവർ വേർപിരിഞ്ഞു. ചങ്കുകളായത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ദുനിയാവിന് വേണ്ടിയല്ല. അള്ളാഹ്ക്ക് വേണ്ടി ആ ചങ്കെന്ന് പറയുന്ന ആ സ്ഥാനം ഒഴിവാക്കണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ചര്യയ്ക്ക് വിരുദ്ധമായി പറയുന്ന ഏത് കൂട്ടുകെട്ടുമായും വേർപെടൽ ഉണ്ടാകണം. അത്തരം ആൾക്കാർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, അള്ളാഹുവിന്റെ വലിയുകൾ എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഇന്നത്തെ ഖുതുബ. മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാഹ് ഹിജ്റ 700 ജീവിച്ച മഹാനായ ഒരു മുഫസ്സിറാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 62ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ആരാണ് വലിയ് എന്നറിയുമോ? വലിയുല്ലാഹ്,
അള്ളാഹുവിന്റെ വലിയാരെന്നറിയുമോ? മൻ യകൂന ആതിയൽ ഇഅ്തിഖാദ് സ്വഹീഹ് അൽ മബ്നിയ അല ദലീലി വയകൂന ആതിയൻ ബിൽ അഅമാലി സ്വാലിഹത്തി അലാ വഫഖി മാ വറദത് ബിഹി ശരീഅ. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വലിയെന്ന് വെച്ചാൽ തെളിവിനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ വിശ്വാസം, ശരീഅത്ത് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള അമലുകൾ ചെയ്യുന്നവർ. ഇതിനേക്കാളും ഒരു വിശദീകരണം എവിടെന്നാ കിട്ടേണ്ടത്? ഒരു വലിയാകണോ? അള്ളാഹു നിർദ്ദേശിച്ച ശരീഅത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. ഉറൂസ് ആഘോഷിക്കല്ലേ, അത് അള്ളാഹു പഠിപ്പിച്ച ഒരു ആചാരമല്ല. മരിച്ചവർക്ക് വേണ്ടിയുള്ള 3, 4, 7, 11, 40 ഇതൊന്നും ചെയ്യല്ലേ, അത് ശരീഅത്ത് പഠിപ്പിച്ചതല്ല. ചന്ദനക്കുടം പഠിപ്പിച്ചതല്ല. നാരിയത്ത് സ്വലാത്ത് പഠിപ്പിച്ചതല്ല. കഞ്ചുലാർഷ് സ്വലാത്ത് പഠിപ്പിച്ചതല്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു അടിയാരായി നീ ജീവിക്കണമോ? വയകൂന ആതിയൻ ബിൽ അഅമാലി സ്വാലിഹ, ശരീഅത്ത് പഠിപ്പിച്ച, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച അമലുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചോ, നീയാണ് വലിയ. ഇനി അള്ള പറഞ്ഞതായ ഒരു ഹദീസ് കേൾക്കൂ. ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അള്ള പറഞ്ഞ ഒരു ഹദീസിനെ ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അള്ളാഹു നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അള്ളാഹുവിന്റെ കലാം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വഹീഹ ഖുദ്സിയായ ഹദീസ് സ്വഹീഹുൽ ബുഖാരി അതിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നോക്കൂ വിശ്വാസികളെ, ഇതിന്റെ തുടക്കം മാത്രമേ നമ്മെ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം. ആരാണ് വലിയ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, അതിന്റെ നിർവചനം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ 6502 നമ്പർ ഹദീസ്, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇത്ര മാത്രമേ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞ് നമ്മെ പേടിപ്പിക്കുകയുള്ളൂ. ഔലിയാക്കന്മാരെ തൊട്ട് കളിക്കരുത്, ഔലിയാക്കന്മാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു സമരത്തിലാണ്, അള്ളാഹു യുദ്ധം ചെയ്യും, പേടിപ്പിക്കുക. എന്നാൽ ആരാണ് വലിയെന്ന് വെച്ചാൽ ആ വിഷയം അങ്ങോട്ട് തീർന്നു. അള്ളാഹ് പറയുകയാണ്, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനെ ആരെങ്കിലും എതിർത്താൽ അവനുമായി ഞാൻ സമരത്തിലാണ്. ബിൽ ഹർബ്, ഞാൻ അവനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണ് ആ വലിയ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, ഒരു കാര്യം കൊണ്ടല്ലാതെ അവർ എന്നിലേക്ക് അടുക്കുകയില്ല. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഒരു കുറുക്കു വഴിയുമില്ല സഹോദരങ്ങളെ. നേരായ മാർഗത്തിൽ കൂടി മാത്രമേ അള്ളാഹുമായിട്ട് നമുക്ക് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് അള്ളാഹ് പറയുന്നത്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഫർളായ കാര്യം കൊണ്ടും സുന്നത്തായ കാര്യം കൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് കുറുക്കു വഴികളില്ല എന്ന് പറഞ്ഞത്. ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ അടിയാറുകൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അങ്ങനെ എന്നിലേക്ക് എൻ്റെ അടിയാറുകൾ അടുത്തുകൊണ്ടിരുന്നാൽ ആ അടിയാറുകളെ ഞാൻ സ്നേഹിക്കും. അങ്ങനെ ഞാൻ സ്നേഹിച്ചാലോ അവൻ്റെ ചെവി, അവൻ്റെ കർണപുടങ്ങൾ ഞാനാകും. വബസ്വറഹു അല്ലദീ യുബ്സുറു ബിഹി, അവൻ്റെ കണ്ണ് ഞാനാകും. വയദഹുല്ലത്തി യബ്തുശു ബിഹാ, അവൻ്റെ കൈ ഞാനാകും. വരിജ്ലഹുല്ലത്തി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല തന്ന കണ്ണുകൊണ്ട് ഹറാമുകൾ കാണുകയില്ല, അല്ല തന്ന ചെവി കൊണ്ട് ഹറാമുകൾ കേൾക്കുകയില്ല, അല്ല തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് അവൻ നടക്കുകയില്ല, അല്ല തന്ന കൈ കൊണ്ട് അവൻ ഹറാമുകൾ പ്രവർത്തിക്കുകയില്ല. അതാണ് ഈ ഹദീസിൻ്റെ ആശയം. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഓഫറാണ്. ആ ദർജയിൽ എത്തണം സഹോദരങ്ങളെ. അതാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. ആ തഖ്വയിലേക്ക് എത്തണം. അള്ളാഹ് ഒരു വഴി കാണിച്ചു തരും. പ്രയാസങ്ങൾ അള്ളാഹ് മാറ്റിത്തരും. അള്ളാഹിൻ്റെ വഅദയാണ്.
യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല. പിന്നെയോ അടിയാറുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ എല്ലാം അള്ളാഹ് അങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാന്റെ ഓഫറാണ്. പിന്നെ എന്തിനാ നമ്മൾ ഒരു ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോഴോ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി ആര്, ഇനി എന്ത് എന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹ് തന്നതാണ്, അവൻ നിയന്ത്രിച്ചു കൊള്ളും. അങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കൂ, അവൻ നിങ്ങൾക്ക് നൽകും. അവനോട് നിങ്ങൾ ശരണം പ്രാപിക്കൂ, അവനോട് നിങ്ങൾ അഭയം തേടൂ, അവൻ നിങ്ങൾക്ക് നൽകും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹ് പറഞ്ഞതായിട്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മിത്രമായി ജീവിക്കുവാനുള്ള ഒരു ഇടപെടലുകളും അടയാളപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസികളെ, ഫർളായ കാര്യങ്ങളിൽ കൂടി നാം മുന്നോട്ട് പോകണം. സുന്നത്തായ കാര്യങ്ങളിൽ കൂടി അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു അടുക്കുന്ന മുത്തഖീങ്ങളുടെ ഒരു അടയാളമാണ് ഈ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചത്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.